കെ എം ആന്റണി, റിട്ടയർഡ് SP കൂടി നമുക്കിപ്പോൾ ഉണ്ട്. കെ എം ആന്റണി, ഈ വിധിന്യായം കേൾക്കുമ്പോൾ നമുക്കത് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതിൻ്റെ ഹാർഡ് കോപ്പി അഭിഭാഷകർക്ക് അല്പസമയത്തിനുള്ളിൽ കൊടുക്കുകയുള്ളൂ. അത് അപ്ലോഡ് ചെയ്യുകയുമില്ല. അത് അതിജീവിതയുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണെന്നാണ് പറയുന്നതും. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. എന്തുകൊണ്ട് ദിലീപ് അടക്കമുള്ള 4 പ്രതികളെ വെറുതെ വിട്ടു? അത് നമുക്ക് വിധി വന്നതിന് ശേഷം ചർച്ച ചെയ്യാം. പക്ഷേ ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കൊട്ടേഷൻ റേപ്പ് എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു കേസിൽ ഇപ്പോൾ കൊട്ടേഷൻ റേപ്പില്ല, പകരം റേപ്പ് മാത്രമാണ്. അതിൽ തന്നെ ലഭ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും ലഘുവായ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്, ഏറ്റവും ചെറിയ ശിക്ഷ. നിർഭയ കേസിന് ശേഷം 2013 ഭേദഗതിക്ക് ശേഷം അത് 20 വർഷം മുതൽ ലൈഫ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്തമായിരുന്നു റേപ്പിന് കൊടുക്കാവുന്ന ശിക്ഷയെങ്കിൽ ഇവിടെ റേപ്പ് നേരിട്ട് കണ്ടക്ട് ചെയ്ത, റേപ്പ് നടത്തിയ റേപ്പിസ്റ്റായ ഈ പൾസർ സുനിക്ക് പോലും 20 വർഷമാണ്. അതും ഇതുവരെ ജയിൽ ശിക്ഷ അനുഭവിച്ച 7 വർഷവും 7 മാസവും കുറച്ചു മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ്. എങ്ങനെ കാണുന്നു ശിക്ഷാവിധിയെ, കെ എം ആന്റണി? ഡോക്ടർ അരുൺകുമാർ ഈ വിധിയെ കോടതി വിധി എന്നുള്ള രീതിയിൽ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിലിപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ബാക്കിയാണ്. ഇന്നിപ്പോൾ കേരള സമൂഹം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ, വീടുകൾ, കേരളത്തിലുള്ള മലയാളികളുടെ, കേരളത്തിൽ മാത്രമല്ല മലയാളികളും ഈ സംഭവത്തെപ്പറ്റി അറിയുന്ന എല്ലാവർക്കും ഞെട്ടലുളവാക്കുന്ന രീതിയിലാണ്. നമ്മളേറ്റവും വെറുക്കുന്ന ഒരു കുറ്റവാളി, ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ പൾസർ സുനി എന്ന 1-ാം പ്രതിക്ക് ശരിയായ ശിക്ഷ കിട്ടിയില്ലെന്ന് തന്നെയാണ് സമൂഹം പറയുന്നത്. ദിലീപിൻ്റെ കാര്യത്തിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ചു, തെളിയിക്കാൻ സാധിച്ചില്ല. ഒരു പരിധിവരെ സമൂഹം അത് അംഗീകരിച്ചാലും പൾസർ സുനി എന്ന ഈ 1-ാം പ്രതി ഇത്ര നികൃഷ്ടമായിട്ട് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് നാളെ ഏത് സ്ത്രീക്ക്, ഏത് പെൺകുട്ടിക്ക് എവിടെ വെച്ചും എന്തും സംഭവിക്കും എന്നുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം, ഭീഷണി ഉണ്ടാകാവുന്ന ഒരവസ്ഥയുണ്ടത്. ഈ വകുപ്പുകളുടെ പച്ചയായ വ്യാഖ്യാനങ്ങളിൽ നിയമത്തിൽ, അതായത് ഗാങ് റേപ്പ് 376D എന്ന് പറയുന്നതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം. അത് ജീവിതാവസാനം വരെയുള്ള, ജീവപര്യന്തം വരെ കൊടുക്കാൻ സാധിക്കും. അത് പാർലമെൻറ്റ് പറഞ്ഞിരിക്കുന്ന, അല്ലെ നിയമം നിർമ്മിച്ചിരിക്കുന്ന, പാർലമെൻറ്റ് നിശ്ചയിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഈ പറഞ്ഞ 20 വർഷം. അപ്പം അതേപോലെ തന്നെ സിനിമാ മേഖലയിൽ വെറും ഡ്രൈവറും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചെറിയ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികളാണ് ഈ 2 മുതൽ 6 വരെയുള്ള മറ്റു പ്രതികൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഗൂഢാലോചന കുറ്റം തെളിയുന്നുണ്ട് എങ്കിൽ നിയമപരമായിട്ട് ഇവർക്ക് ഈ ശിക്ഷ കൊടുക്കണം. പക്ഷെ നമ്മുടെ മനസ്സാക്ഷി അതല്ല പറയുന്നത്. ഈ ക്രൂരമായ കുറ്റകൃത്യത്തിൽ, ഈ സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിച്ച കുറ്റകൃത്യത്തിൽ അതിൽ 1-ാം പ്രതിയായി ആ ക്രൂരകൃത്യം മുഴുവനായി ചെയ്ത, അല്ലെങ്കിൽ കൊട്ടേഷൻ ഏറ്റെടുത്ത ആ വ്യക്തിക്ക്, ആ പ്രതിക്ക് പരമാവധി ശിക്ഷയുള്ള ജീവപര്യന്തം, അതായത് ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തമായിരുന്നുവെങ്കിൽ, കൊടുത്തിരുന്നതെങ്കിൽ നമുക്കത് ഒരു ആശ്വാസത്തിന് വക നൽകുന്നതായിരുന്നു. നാളെ അത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ വേണമെന്നുണ്ടെങ്കിൽ ശിക്ഷ ഇളവ് വാങ്ങിക്കൊള്ളട്ടെ. പക്ഷേ ജനങ്ങൾക്ക് നിയമ സംവിധാനങ്ങളിൽ, അല്ലെങ്കിൽ നിയമത്തിൽ, പ്രോസിക്യൂഷനിൽ, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വിശ്വാസം വരുന്ന ഒരു അവസ്ഥയുണ്ടാകുമായിരുന്നു. മാധ്യമങ്ങളും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇത് സെൻസേഷനിലാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷേ സെൻസേഷനിലാക്കി എന്നുള്ളത് ഒരു പരിധി വരെ, കാരണം അത് വളരെ പ്രശസ്തരായ വ്യക്തികൾ ഇതിനകത്ത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യമായതുകൊണ്ട് സ്വാഭാവികമായും അത് സെൻസേഷനിലാകും. സെൻസേഷനിലായി എന്നുള്ളതിൻ്റെ പേരിൽ വിധിന്യായത്തെ അത് ബാധിക്കാൻ പാടില്ല എന്ന് ജഡ്ജി പറയുമ്പോഴും പക്ഷേ അത് സെൻസേഷനിലായി നിൽക്കുന്ന ഒരു കാര്യത്തിൽ അർഹമായ ഒരു ശിക്ഷ അതിലെ ഏറ്റവും കൊടും കുറ്റവാളിക്ക് നൽകേണ്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിലെ പ്രതിഭാഗം അഭിഭാഷകരുടെ ഇൻ്റർവ്യൂകളും ഞാൻ കണ്ടു. അതിൽ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അവർ ഇന്നും ഉള്ളത്. കാരണം അവർക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോരാമെന്നുള്ള ലൂപ്പ് കോൾ ഉള്ളതായിട്ടാണ് 4-ാം പ്രതി വിജീഷിൻ്റെ അഭിഭാഷകൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നതായി കേട്ടത്. അതായത് അതിന് കുറച്ച് കൂടുതലായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിയിൽ നിന്നും തേടിയെടുത്ത, അല്ലെങ്കിൽ പ്രതിയിൽ നിന്നും തേടിയ, അല്ലെങ്കിൽ പ്രതിയെ ഭീഷണിപ്പെടുത്തി നൽകിയ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരാം. ഒരു തെളിവായിട്ടുള്ള ദൃശ്യങ്ങൾ 1-ാം പ്രതിയിൽ നിന്ന് ശേഖരിച്ചത് 1-ാം പ്രതികൾക്കോ മറ്റു പ്രതികൾക്കോ എതിരായിട്ട് പ്രയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള നിഗമനമാണ് അദ്ദേഹം പറയുന്നത് കേട്ട്. കൂടുതലായി അദ്ദേഹം വെളിപ്പെടുത്താൻ തയ്യാറായില്ലെങ്കിലും
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ മുന്നോട്ടുള്ള ഭാവിയും വളരെയധികം പരിതാപകരമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അതിശയിക്കാനില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം സംശയലേശമന്യേ കേസ് തെളിയിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണാൻ സാധിക്കും. ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ചും അപാകതകൾ ഉണ്ടോ എന്നുള്ളതും അതിന് ജഡ്ജ്മെന്റ് വന്നെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുന്ന വിധിയാണ് എന്ന് പറയുന്നു. റിഫോർമേറ്റീവ് ജസ്റ്റിസിൽ അഥവാ പരിവർത്തന ഊർജ്ജമുള്ള ഒരു വിധിയായിട്ട് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുമോ എന്നുള്ളതാണ്. നേരത്തെ ന്യൂസ് മിനിറ്റിനും റിപ്പോർട്ടറിലെ റോഷി പാലിനും കൊടുത്തിരുന്ന അഭിമുഖങ്ങളിൽ ഇനിയുമുള്ള കൊട്ടേഷനുകളെക്കുറിച്ചും ഇതുവരെ നടത്തിയ കൊട്ടേഷനുകളെക്കുറിച്ചും അയാൾ അഭിമാനത്തോടു കൂടി ഈ കേസിൽ ഒന്നാം പ്രതിയായ പൾസ സുനി സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. 7 വർഷവും 7 മാസവും ജയിൽ ശിക്ഷ അനുഭവിച്ച പൾസ സുനിക്ക് ഈ കാലയളവ് കൊണ്ട് മാനസിക പരിവർത്തനം സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന 12 വർഷം കൊണ്ട് എന്ത് മാനസിക പരിവർത്തനം സംഭവിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി കരുതിയത് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ആ വിധി കേരളത്തെ ഒന്നാകെ ഒരിക്കൽ കൂടി ഞെട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. Debate with Dr. Arun Kumar.